ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഇൻഫോ ടോക്ക് ഷോ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമുക്കറിയാം, ജനുവരി 26 റിപ്പബ്ലിക് ദിനമായി ആഘോഷിക്കുകയാണ്. അപ്പോൾ അന്നേ ദിവസം നമ്മുടെ സ്കൂളുകളിലും മറ്റും നടത്തുന്ന ക്വിസ് മത്സരങ്ങളിൽ ഒന്നാം സ്ഥാനം നേടാൻ നിങ്ങളെ സഹായിക്കുന്ന കുറച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് നമ്മൾ നോക്കുന്നത്. റിപ്പബ്ലിക് ദിനവുമായി ബന്ധപ്പെട്ട ഏതാനും ചോദ്യങ്ങൾ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുൻപ് ആദ്യമായിട്ട് ഈ ഒരു ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് തീർച്ചയായിട്ടും ഇനിയും ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ഇന്ത്യയുടെ ദേശീയ ഗാനം ഏത്? ഇന്ത്യയുടെ ദേശീയ ഗാനം ഏതാണ്? എല്ലാവർക്കും അറിയാം, ഇന്ത്യയുടെ ദേശീയ ഗാനം ജനഗണമനയാണ്. ഇന്ത്യയുടെ ദേശീയ ഗാനം ഏതാണ്? ജനഗണമന. അടുത്ത ചോദ്യം നോക്കിക്കോളൂ. ഇന്ത്യയുടെ ദേശീയ ഗാനം പാടാനെടുക്കുന്ന സമയം. ഇന്ത്യയുടെ ദേശീയ ഗാനം പാടാനെടുക്കുന്ന സമയം എത്രയാണ്? ഉത്തരം 52 സെക്കൻഡ്. ഇന്ത്യയുടെ ദേശീയ ഗാനം പാടാൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് 52 സെക്കൻഡാണ്. അടുത്ത ചോദ്യം: ഇന്ത്യയുടെ തലസ്ഥാനം ഏത്? ഇന്ത്യയുടെ തലസ്ഥാനം ഏതാണ്? ഉത്തരം നോക്കിക്കോളൂ. ന്യൂഡൽഹിയാണ്. ഇന്ത്യയുടെ തലസ്ഥാനം ഏതാണ്? ന്യൂഡൽഹി. മറന്നുപോയരുത്, ഇന്ത്യയുടെ തലസ്ഥാനം ന്യൂഡൽഹി. അടുത്ത ചോദ്യം നോക്കൂ. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമേത്? ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമേത്? ഉത്തരം ഇന്ത്യ. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ. അടുത്ത ചോദ്യം: റിപ്പബ്ലിക് എന്ന ആശയം ഇന്ത്യ കടമെടുത്തത് ഏത് രാജ്യത്ത് നിന്നാണ്? റിപ്പബ്ലിക് എന്ന ആശയം ഇന്ത്യ കടമെടുത്തത് ഏത് രാജ്യത്ത് നിന്നാണ്? ഉത്തരം ഫ്രാൻസ്. റിപ്പബ്ലിക് എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് ഫ്രാൻസ് എന്ന രാജ്യത്ത് നിന്നാണ്. മറന്നു പോകണ്ട. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. റിപ്പബ്ലിക് ദിനത്തിൽ സംസ്ഥാന തലസ്ഥാനങ്ങളിൽ ദേശീയ പതാക ഉയർത്തുന്നത് ആരാണ്? റിപ്പബ്ലിക് ദിനത്തിൽ സംസ്ഥാന തലസ്ഥാനങ്ങളിൽ ദേശീയ പതാക ഉയർത്തുന്നത് ആരാണ്? ഉത്തരം നോക്കൂ. ഗവർണറാണ്. റിപ്പബ്ലിക് ദിനത്തിൽ സംസ്ഥാന തലസ്ഥാനങ്ങളിൽ ദേശീയ പതാക ഉയർത്തുന്നത് ഗവർണറാണ്. ഓക്കെ. അടുത്ത ചോദ്യം ഇതാണ്: സത്യമേവ ജയതേ എന്ന് രേഖപ്പെടുത്തിയത് ഏത് ലിപിയിലാണ്? സത്യമേവ ജയതേ എന്ന് രേഖപ്പെടുത്തിയത് ഏത് ലിപിയിലാണ്? ഉത്തരം നോക്കൂ. ദേവനാഗരി ലിപി. സത്യമേവ ജയതേ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് ദേവനാഗരി ലിപിയിലാണ്. അടുത്ത ചോദ്യം: സത്യമേവ ജയതേ എന്ന വാക്യം ഏത് ഉപനിഷത്തിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്? സത്യമേവ ജയതേ എന്ന വാക്യം ഏത് ഉപനിഷത്തിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്? ഉത്തരം മുണ്ടകോപനിഷത്ത്. സത്യമേവ ജയതേ എന്ന വാക്യം ഏത് ഉപനിഷത്തിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്? മുണ്ടകോപനിഷത്തിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. അടുത്ത ചോദ്യം ഇതാണ്: സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രി ആര്? സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രി ആരാണ്? ഉത്തരം മൗലാന അബ്ദുൽ കലാം ആസാദ്. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രി മൗലാന അബ്ദുൽ കലാം ആസാദാണ്. അടുത്ത ചോദ്യം നോക്കൂ. ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ആര്? ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ആരാണ്? ഉത്തരം അറിയാവുന്നവർ കമന്റ് ചെയ്യാൻ മറക്കണ്ട. ശരിയായിട്ടുള്ള ഉത്തരം ഇതാണ്: പിംഗലി വെങ്കയ്യ. ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് പിംഗലി വെങ്കയ്യാണ്. അടുത്ത ചോദ്യം: ഭരണഘടനാ നിർമ്മാണ സഭയിൽ മലബാറിനെ പ്രതിനിധാനം ചെയ്ത വനിതകൾ. ഭരണഘടനാ നിർമ്മാണ സഭയിൽ മലബാറിനെ പ്രതിനിധാനം ചെയ്ത വനിതകൾ ആരൊക്കെയാണ്? ഉത്തരം ഇതാണ്: അമ്മു സ്വാമിനാഥനും ദാക്ഷായണി വേലായുധനും. ആരൊക്കെയാണ്? അമ്മു സ്വാമിനാഥനും ദാക്ഷായണി വേലായുധനും. അടുത്ത ചോദ്യം ഇതാണ്: ഭരണഘടനാ നിർമ്മാണ സഭയിൽ മലയാളികളിൽ എത്ര പേർ വനിതകളായിരുന്നു? മലയാളികളിൽ എത്ര പേർ വനിതകളായിരുന്നു? ഉത്തരം 3. ഭരണഘടനാ നിർമ്മാണ സഭയിൽ മലയാളികളിലെ വനിതകൾ എന്ന് പറയുന്നത് 3 പേരായിരുന്നു. 3 വനിതകളായിരുന്നു ഉണ്ടായിരുന്നത്. അടുത്ത ചോദ്യം ഇതാണ്: ഭരണഘടനാ നിർമ്മാണ സഭയിൽ മൗലികാവകാശങ്ങൾ സംബന്ധിച്ച ഉപസമിതിയുടെ തലവൻ ആരാണ്? ഭരണഘടനാ നിർമ്മാണ സഭയിൽ മൗലികാവകാശങ്ങൾ സംബന്ധിച്ച ഉപസമിതിയുടെ തലവൻ ആരാണ്? ഉത്തരം JB കൃപലാനി. ആരാണ്? JB കൃപലാനി. അടുത്ത ചോദ്യം: ഭരണഘടനാ നിർമ്മാണ സഭയിൽ ആകെ എത്ര മലയാളികൾ ഉണ്ടായിരുന്നു?
ഭരണഘടനാ നിർമ്മാണ സഭയിൽ ആകെ എത്ര മലയാളികൾ ഉണ്ടായിരുന്നു? ഉത്തരം ഇതാണ്, 17. ഭരണഘടനാ നിർമ്മാണ സഭയിൽ ആകെ 17 മലയാളികളാണ് ഉണ്ടായിരുന്നത്. അടുത്ത ചോദ്യം ഇതാണ്, ഭരണഘടനാ നിർമ്മാണ സഭയിൽ തിരുവിതാംകൂറിനെ പ്രതിനിധാനം ചെയ്ത വനിത ആരാണ്? ഭരണഘടനാ നിർമ്മാണ സഭയിൽ തിരുവിതാംകൂറിനെ പ്രതിനിധാനം ചെയ്ത വനിത ആരാണ്? ഉത്തരം നോക്കൂ, ആനി മസ്ക്രീൻ ആണ്. ആരാണ്? ആനി മസ്ക്രീൻ. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്കായുള്ള സ്പെഷ്യൽ ക്വസ്റ്റ്യൻ ഇതാണ്, ഇന്ത്യയുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് എന്താണ്? ഇന്ത്യയുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് എന്താണ്? ഒരു പ്രധാനപ്പെട്ട സ്പെഷ്യൽ ക്വസ്റ്റ്യൻ തന്നെയാണ്. നിങ്ങൾക്കറിയാവുന്ന ശരിയായിട്ടുള്ള ഉത്തരം എല്ലാവരും കമൻറ്റ് ചെയ്യുക. ഒപ്പം നിങ്ങളുടെ പേരും കൂടെ ആഡ് ചെയ്യാൻ മറക്കണ്ട. അതോടൊപ്പം നിങ്ങളുടെ സ്കൂളും കൂടെ മെൻഷൻ ചെയ്താൽ വളരെ നന്നായിരിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, ഇതുപോലെ കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.